നമസ്കാരം ശ്രീ ആരിഫ് ഹുസൈൻ. നമസ്കാരം. ഈ ഹലാൽ സർട്ടിഫിക്കേഷൻ ഉള്ള മാംസം അതിന് ബദലായി മൽഹാർ സർട്ടിഫിക്കേഷൻ ഉള്ള മാംസം അങ്ങനെ ഒരു പ്ലാൻ കൊണ്ടുവന്നിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഓപ്പോസിഷൻ വലിയ എതിർപ്പുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ സൊസൈറ്റിയെ തന്നെ ഡിവൈഡ് ചെയ്യുമെന്നൊക്കെയാണ് ഓപ്പോസിഷൻ പറയുന്നത്. എന്തു തോന്നുന്നു? എന്തൊക്കെയാണ് ഈ നാട്ടിൽ നടക്കണമെന്നാണ് ആലോചിച്ചു പോണത്. അതായത് ഈ തരത്തിൽ ഭക്ഷണത്തിൽ മതം കലർത്തുന്ന ഒരു അവസ്ഥ, അത് നമ്മളിവിടെ പറയുന്ന സമയത്ത് ഇപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ മൽഹാർ സർട്ടിഫിക്കേഷൻ മാത്രമാണ് വരുന്നുള്ളൂ, മറ്റുള്ള സംഗതികൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് അവരുടെ ആചാരമല്ലേ എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇവിടെ നമ്മളുടെ നാട്ടിൽ പോലും ഹലാൽ വിഷയം ഇവിടെ ഉയർന്നു വന്നപ്പോൾ നമ്മൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ എന്താണ്, ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നല്ലത് എന്നേ അതിനർത്ഥമുള്ളൂ എന്നാണ് അതിന് പറഞ്ഞത്. ഞാനത് നമ്മളൊക്കെ അന്നും തിരുത്തുന്നുണ്ട്. നല്ലത് എന്നുള്ള അർത്ഥം അല്ല അതിനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര നല്ല ഇറച്ചിയാണെന്നുണ്ടെങ്കിലും ആ ഇറച്ചി അത് അറുത്തത് അത് സുകുമാരേട്ടനോ അല്ലെങ്കിൽ വല്ല തോമസ് ഏട്ടനോ ആണെന്നുണ്ടെങ്കിൽ ഇറച്ചി നല്ലതാണോ ആണോ അല്ലയോ എന്നത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒരു മുസ്ലിമിനെ കൊണ്ട് അത് തിരിക്കാൻ കഴിയില്ല. മോനെ മുസ്ലിമെ നീ ഇത് കഴിക്കേ, ജബ്ബാറെ കഴിക്കുക, അല്ലെങ്കിൽ ഷുക്കൂറെ നീ ഇത് കഴിക്കുക, ഇത് നല്ല ഇറച്ചിയാണ്, തോമസ് ഏട്ടനെ അർത്ഥ നല്ല ഇറച്ചിയാണെന്ന് പറഞ്ഞാലും അത് ഈ പറയുന്ന ഷുക്കൂറിനോ അല്ലെങ്കിൽ ഈ ജബ്ബാറിനോ അബൂബക്കറിനോ കഴിക്കാൻ കഴിയില്ല. അവർ വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ. എക്സ് മുസ്ലിം ആണെങ്കിൽ ചിലപ്പോൾ കഴിച്ചെന്നൊക്കെ വരും. എന്തുകൊണ്ടാണ് കഴിക്കാത്തത്? കാരണം അവരുടെ വിശ്വാസപ്രകാരം അത് അറുത്തത് അത് ഇസ്ലാമിക വിധി പ്രകാരമായിരിക്കണം. ഇസ്ലാമിക വിധി പ്രകാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്ത് ബിസ്മി ചൊല്ലണം, അവിടെ കുറേ കാര്യങ്ങൾ, പിന്നെ വേറെ കുറേ വിഷയങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഇറച്ചി നല്ലതാണോ അല്ലെങ്കിൽ ആ ഭക്ഷണം പാകം ചെയ്ത ആൾ എന്താണെന്നുള്ളതൊന്നും നോക്കിയിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തെ തീരുമാനിക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അവിടെ തന്നെയാണ് ഈ മതം കലർത്തി തുടങ്ങിയത്. ഇനി ഇത് വെറും ഒരു മതം കലർത്തലും ഒരു ആചാരം മാത്രമാണോ എന്നുള്ളതും കൂടിയാണ് നമ്മളിവിടെ നോക്കേണ്ടത്. ഇതൊരു കച്ചവടത്തിൽ നടക്കുന്ന ഒരു അധിനിവേശമാണ്, ഒരു മതപരമായിട്ടുള്ളൊരു അധിനിവേശം തന്നെയാണ് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ചില ഫത്വ വെബ്സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഇതിനെക്കുറിച്ചുള്ള ഫത്വകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ചോദ്യം ഇങ്ങനെയാണ്: നമ്മളുടെ നാട്ടിൽ രണ്ട് ഇറച്ചിക്കടയുണ്ട്. അപ്പോൾ ഞാനൊരു മുസ്ലിമാണല്ലോ, ഇതിനകത്തേക്ക് എന്തായാലും ചോദ്യം ചോദിക്കുകയുള്ളൂ. അപ്പോൾ ആ മുസ്ലിം ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് രണ്ട് കടകൾ, അതിലൊന്ന് ഒരു മുസ്ലിം നടത്തുന്ന കടയാണ്, രണ്ട് അമുസ്ലിമായിട്ടുള്ള വ്യക്തി നടത്തുന്ന കടയാണ്. ഒന്നാമത്തെ കടയിൽ ഹലാൽ മീറ്റ് നമുക്ക് കിട്ടും, മറ്റോടത്ത് ഹലാൽ അല്ലാത്ത മീറ്റ് കിട്ടും. അപ്പം ഞാൻ ഇതിൽ ഏത് കടയിൽ നിന്നാണ് ഇറച്ചി വാങ്ങേണ്ടത് എന്നാണ് ഒരു ചോദ്യം വരുന്നത്. ഇതിൽ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലെന്തത്ര ചോദിക്കാനുള്ളത്? ഇത് മുസ്ലിമിൻ്റെ കടയിൽ നിന്നല്ലേ വാങ്ങിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താണ്? മതപരമായിട്ടുള്ള കാരണം. പക്ഷേ ഈ ഉത്തരം അവിടെ നിൽക്കുന്നില്ല. ഈ ഉത്തരം ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഉത്തരത്തിന് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അവിടെ പറഞ്ഞു വെക്കുന്നത്, എന്നാലും ഇതിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. എന്താണ്? നിങ്ങൾ ആ മുസ്ലിമിൻ്റെ കടയിൽ നിന്നുമാണ് ഇത് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് മുസ്ലിമും തമ്മിലുള്ള ആ ബ്രദർഹുഡ് അവിടെ ശക്തിപ്പെടാനും അത് മുസ്ലിങ്ങളുടെ പൊതുവെയുള്ള സാമ്പത്തിക നില അത് മെച്ചപ്പെടാനും അത് നമ്മളുടെ സമുദായത്തിന് അത് വലിയ ഗുണമായി മാറാനും സാധ്യതയുള്ളതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും മുസ്ലിമിൻ്റെ കടയിൽ നിന്നാണ് വാങ്ങിക്കേണ്ടത്. ഇതാണ് ആ ഫത്വയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞ ആ വാചകം, മുസ്ലിമും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ അത് വർദ്ധിക്കണം, അതാണ് ആ ബ്രദർഹുഡാണ് നമുക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? ഇതേ വാചകമല്ലേ അംബേദ്കർ പറഞ്ഞു വെച്ചിരിക്കുന്നത്? അതായത് ഒരു ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു വിഷയം, അത് ഇസ്ലാമിനകത്ത് അതൊരു യൂണിവേഴ്സൽ ബ്രദർഹുഡ് അല്ല, അത് മുസ്ലിമും തമ്മിലുള്ള ഒരു ബ്രദർഹുഡ് മാത്രമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കാഫിറുകൾ എന്ന് പറയുന്നത് എപ്പോഴും അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ്. എന്ന് വെച്ചാൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, വിശ്വാസമില്ലാത്ത ആളുകൾ, മതവിരോധികൾ, നമ്മളെപ്പോലുള്ള എക്സ് മുസ്ലിങ്ങൾ, മുർത്തദുകളൊക്കെ, ഈ മതത്തിന് വെളിയിലുള്ള ആളുകൾ എല്ലാവരും ഇവരുടെ ശത്രു പക്ഷത്ത് നിൽക്കുന്ന ആളായിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാനോ പാടില്ല എന്നത് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ ജിഹാദി ആശയങ്ങൾ കൂടുതൽ പഠിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ വെള്ളം ചേർക്കാത്ത മേഖല അത് കൂടുതൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ നിങ്ങൾ പഠിക്കുന്ന കൂടിയ സാധനങ്ങളാണ്. ഇതൊക്കെ കൂടുതൽ പഠിക്കുന്നത് ഈ ജിഹാദി സലഫി അതിൻ്റെ PhD ലെവലൊക്കെ പഠിക്കുന്ന സാധനമാണ്. ഇതൊക്കെ പഠിച്ച ആളുകളാണ് പോയി പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ മതവിധി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആചാരം എന്നുള്ളതിനേക്കാൾ ഉപരി മുസ്ലിങ്ങളുടെ ഇടയിലുള്ള അവരുടെ കച്ചവടത്തിനെയും കൂടി പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാധനമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് അത് ഇസ്ലാമിക വിധി പ്രകാരമായിട്ടുള്ള സാധനമായിട്ട് തന്നെയാണ്. ആ ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് കച്ചവടത്തിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പം നമ്മൾ ചോദിക്കുന്നത്, ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇത് ഇവിടെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയണം.
ഒന്നാമത്തെ കാര്യം അതാണ്. ഇവിടെ മൽഹാർ മീറ്റ് എന്ന് പറഞ്ഞിട്ട് സംഗതി സർട്ടിഫിക്കേഷൻ കൊണ്ടുവരുമ്പോൾ അതിനെ നമുക്ക് എതിർക്കാൻ കഴിയുന്നുണ്ട്. അത് ഭക്ഷണത്തിൽ മതം ചേർക്കുകയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അത് കച്ചവടം പല ആളുകളുടേതും കളയുകയാണ്, അത് കുറയ്ക്കുകയാണ് എന്ന് പറയാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇതല്ല ഇത്രയും നാളിവിടെ നടന്നുകൊണ്ടിരുന്നത് എന്ന് ആർക്കും ഇവിടെ ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നിങ്ങൾ കുത്തിപ്പോക്കുന്നതാണ് എന്ന് പറയുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം കിടക്കുന്നത്. ഞാൻ പറയാ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ഓർഗാനിക് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സാധനങ്ങൾ കാണാറുണ്ട്. എങ്ങനെയാണോ ആ സാധനം, സംഗതി അതിനകത്ത് പ്രത്യേകിച്ച് കഴമ്പൊന്നുമില്ല, അത് കുറച്ച് വില കൂട്ടി നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാധനം, പ്രത്യേകിച്ച് ഗുണം അതിന് ഓർഗാനിക് ആണെന്ന് പറഞ്ഞിട്ടൊരു ഗുണവും അതിനകത്ത് ഉണ്ടാകാനൊന്നും പോകുന്നില്ല. എന്നാൽ അത് നമ്മളിവിടെ നാട്ടിലുണ്ട് താനും. അത് ഒരു ലക്ഷറി ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഞാൻ ഓർഗാനിക്കാണ് കഴിക്കുക, അപ്പോൾ 50 രൂപയുടെ അരി കിട്ടുമെങ്കിൽ ഇവർ 150 രൂപയ്ക്ക് അരി വാങ്ങിച്ച് കഴിക്കുന്ന ഒരു വലിയൊരു മാനസിക ഉല്ലാസം കിട്ടും അവർക്ക്. ആ ഒരു വിഷയത്തിനപ്പുറത്തേക്ക് ഇതിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് എന്താണ്, അതിനൊരു പ്രത്യേക മാർക്കറ്റ് ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ അത് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം എന്ന് പറഞ്ഞ പോലെ ഹലാൽ സർട്ടിഫൈഡ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ചെയ്യേണ്ടത്. ഇപ്പോൾ മൽഹാർ സർട്ടിഫിക്കേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിന് തെറ്റാണെന്നേ പറയൂ. എന്തുകൊണ്ടാണ് തെറ്റെന്ന് എന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും പറയുന്ന ഒരു ഹെയ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഒരു സംഗതിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരം വേറൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ പരിഹരിക്കേണ്ടത്. അതിനുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തിയിട്ടാണ് നമ്മളത് ചെയ്യേണ്ടത്. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള വഴികളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുന്നു. അതിനെ നമ്മളിവിടെ ഉയർത്തുന്ന സമയത്ത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതിനെങ്ങനെ നമ്മൾ പരിഹരിക്കുന്നത്? ഹിന്ദുക്കൾക്കും മറ്റൊരു വ്യക്തി നിയമം ബോർഡ് ഉണ്ടാക്കി കൊടുത്ത് അവരുടെ നിയമവും കുട്ടിച്ചോറാക്കിയിട്ടാണോ നമ്മൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയത്തെ പരിഹരിക്കുന്നത്? അല്ലല്ലോ. ആ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സാധനം കൊണ്ടുവന്ന് അതിനെ പരിഹരിക്കുകയല്ല, അത് എല്ലാവർക്കും തുല്യമാക്കുകയല്ലേ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഈ വിഷയം ഇവിടെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ത്യയിൽ തന്നെ നടത്തിയിട്ടുള്ള പരിഹാരമാണ്. ഇത് നമ്മൾ ഗ്ലോബലി ഇന്ത്യ ഒട്ടുക്ക് നമ്മൾ നടപ്പിലാക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ വേണ്ടിയിരുന്നത്. എന്താണത്? അത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കണ്ടു. എയർ ഇന്ത്യയുടെ മെനു, അതിനകത്തൊരു പരിഷ്കരണം അവർ നടത്തിയിരുന്നു. അതായത് നോർമലായിട്ടുള്ള ക്വാളിറ്റിയുള്ള FSSAIയുടെ ഒക്കെ സർട്ടിഫിക്കേഷനുള്ള പ്രോപ്പറായിട്ടുള്ള ഹൈജീനിക് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന, മാനുഫാക്ചറിങ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ കീപ്പ് ചെയ്യുന്ന നല്ല ഭക്ഷണത്തിന് മാന്യമായ വിലയും അതിൻ്റെ മാർക്കറ്റ് റേറ്റ് നിങ്ങൾക്ക് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാം. നിങ്ങളുടെ വയറിനൊന്നും ഒരു കംപ്ലയിൻറ്റും ഉണ്ടാവില്ല. അതേസമയം നിങ്ങൾക്ക് ഹലാലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേ ചെയ്യണം. ഇതാണ് അവിടെ നമ്മൾ കൊണ്ടുവന്നത്. അപ്പോൾ ഓർഗാനിക്കിന് നിങ്ങൾ എങ്ങനെയാണ് എക്സ്ട്രാ പേ ചെയ്യുന്നത്, അതുപോലെ നിങ്ങൾ ഹലാലിന് എക്സ്ട്രാ പേ ചെയ്യും. അതാണ് വേണ്ടത്. അങ്ങനെ ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുവന്നാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിന് ഒരു എക്സ്ട്രാ ഒരു പൈസയും എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾക്ക് ഹലാൽ ഇല്ലാത്ത സാധനങ്ങൾ വിൽക്കാനുള്ളൊരവസരം ഈ കമ്പനികൾക്ക് ഉണ്ടാവുകയും ഇത് വിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും. അവർക്ക് 10-50 രൂപ കൂട്ടി ഇട്ടാലും എന്താ കുഴപ്പം, അത് വാങ്ങിക്കാൻ ഇവിടെ ആളുണ്ടെങ്കിലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ള അല്ലെങ്കിൽ ബോധമുള്ള മുസ്ലിമാണെന്നുണ്ടെങ്കിൽ എന്താ ചിന്തിക്കുക, ഈ ഹലാലല്ലാത്ത സാധനം, ഇതേ സാധനം ഇപ്പോൾ മാഗി നൂഡിൽസ് നിങ്ങൾ എടുക്കുന്നു, മാഗി നൂഡിൽസിൽ എന്തൊട്ട് ഹലാലാന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതിനകത്ത് നിങ്ങൾക്ക് ഹലാൽ കാണാം. പപ്പടം നിങ്ങൾ എടുക്കുന്നു, അതിനകത്ത് ഹലാൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ പപ്പടം 50 പപ്പടത്തിൻ്റെ ഒരു പാക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന് 150 രൂപ നോർമൽ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കാം. അതേസമയം ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള പപ്പടമാണെന്നുണ്ടെങ്കിൽ അതിന് 250 രൂപ. ഇതിലേതാണ് നിങ്ങൾ വാങ്ങിക്കുക? ഒരേ കമ്പനി, എല്ലാം ഒരേ ആളുകൾ തന്നെയാണ് ഇറക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഈ പപ്പടത്തിലൊക്കെ ഹലാലിൻ്റെ ആവശ്യം എന്താണ് എന്ന ചോദ്യം ഇത് മുസ്ലിങ്ങൾ ചോദിക്കും. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മുസ്ലിമിനെ കൊണ്ടാണ് സത്യത്തിൽ ഈ ചോദ്യം ചോദിപ്പിക്കേണ്ടത്. അപ്പോൾ ഈ മൽഹാർ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമ്മളുടെ രാജ്യത്ത് അതാ ഞാൻ പറയുന്നത്, ഇതൊരു ഇറച്ചിക്കടയിൽ മാത്രം നിൽക്കുന്ന സാധനമല്ല ഹലാൽ പപ്പടമുണ്ട്, ഹലാൽ ഗോമൂത്രം വരെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഗോമൂത്രത്തിൻ്റെ ബോട്ടിൽ വരെ ഹലാൽ സർട്ടിഫൈഡ് ആണ് എന്ന് എഴുതി വെച്ചിട്ടുള്ള നാട്ടിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ ഹലാൽ MBBS അല്ലെങ്കിൽ ഹലാൽ അപ്പാർട്ട്മെൻറ്റ്സ് ഇതെല്ലാം ഇവിടെ നടക്കും. എന്തിനാണ് അതിലൊക്കെ ഹലാൽ? അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ ഈ മൽഹാർ സർട്ടിഫൈഡ് അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ ഇറക്കുമോ? മൽഹാർ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഗോമൂത്രം നിങ്ങൾ ഇറക്കുമോ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതല്ല അതിൻ്റെ പരിഹാരം. ഇത് വളരെ റോങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഞാൻ പറയുന്നു, ഇത് സെപ്പറേറ്റ്, ഇതിന് ഒരു എമൗണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്ട്രാ ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സർട്ടിഫിക്കേഷൻ ആക്കി ഇതിനെ മാറ്റി ആ രീതിയിലേക്ക് ഹലാൽ സർട്ടിഫൈഡ് ആണോ അത് മാർക്കറ്റ് റേറ്റിലും കൂടുതൽ വിൽക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് മതം ചേർത്ത് കഴിഞ്ഞാൽ അതിന് ചിലവ് കൂടുതലാണ് എന്നത് വന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്മാർ മതമില്ലാതെ ജീവിക്കാൻ പ്രേരിതരാകും.
നമ്മൾ ഈ വിശ്വാസമൊക്കെ നിങ്ങൾക്കാവാം എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് എപ്പോഴാണ് പ്രശ്നമാവുന്നത്? അത് നടു റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് പ്രശ്നമാവുന്നത്. ഇതാണ് അതിൻ്റെ കൃത്യമായ ഉദാഹരണം എന്ന് പറയുന്നത്. നമുക്ക് അതുകൊണ്ടാണ് ഈ ഈ മതവിരുദ്ധത മൽഹർ പറയേണ്ടി വരുന്നത്. ഈ മൽഹർ സർട്ടിഫിക്കേഷൻ ഈ ഝട്കാ മീറ്റ് അല്ലേ, ഈ സിംഗിൾ ബ്ലോയിൽ എന്നൊക്കെയാണ് കൊല്ലുക. പറയുന്നത്. പക്ഷെ നിങ്ങൾ യെസ്, ഈ ഹലലും ഹലാലിന് അങ്ങനെ എതിർ ആയിരുന്നോ തുടക്കം? എങ്ങനെ ഹലാലിന്റെ തുടക്കവും ഹലാൽ സർട്ടിഫിക്കേഷന്റെ തുടക്കം അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് ഈ പറഞ്ഞ അപ്പാർട്ട്മെന്റുകളുടെ വരെ ഇതിലേക്ക് ഹലാൽ ഹലാൽ സർട്ടിഫിക്കേഷൻ വന്നത്. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു മൽഹർ ആ കഴിഞ്ഞാൽ വഴിയിലാണോ എന്നറിയാനായിരുന്നു. ഹലാൽ സർട്ടിഫിക്കേഷൻ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കച്ചവടം പിടിക്കാനുള്ള ഒരു കച്ചവട തന്ത്രമാണത്. ഒരു മുസ്ലിമിൻ്റെ മുന്നിൽ നിങ്ങൾ വെക്കുകയാണ് അപ്പാർട്ട്മെൻറ്റ്സ്, നമുക്ക് ഭക്ഷണമൊക്കെ വിടുക, അപ്പാർട്ട്മെൻറ്റ് പലതും ഇങ്ങനെ നിരത്തി വെക്കുന്നു. ഒരു 50 കമ്പനികൾ ഉണ്ട് എന്ന് വിചാരിക്കാം. സ്കൈലൈൻ മുതൽ നമ്മളുടെ DLF മുതൽ പല പല കമ്പനികൾ വെക്കുകയാണ്. അതിനകത്ത് ഏതെങ്കിലും ഒരു തുക്കട കമ്പനി, ഒരു പേരും വിവരവും നാട്ടിൽ ആരും അറിയാത്തൊരു കമ്പനി, അവർ പക്ഷേ ബാക്കിയുള്ള ആളുകളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് അതിനകത്ത് ഹലാൽ എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ് ഹലാൽ സർട്ടിഫൈഡ് ആണ് എന്ന് വന്നു കഴിഞ്ഞാൽ ഈ വാങ്ങിക്കാൻ വരുന്ന അപ്പാർട്ട്മെൻറ്റ് വാങ്ങിക്കാൻ വരുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം അട്രാക്റ്റഡ് ആവുക ഇതുവരെ ആരും കേൾക്കാത്ത ഈ പറയുന്ന സാധനത്തിലേക്ക്. ഇതുകൊണ്ടല്ല ഇവിടെ ഈ അൽ മുക്തദിർ ജ്വല്ലറി ഇവിടെ തഴച്ചു വളർന്നത്, ഇന്നിപ്പോൾ നാട്ടുകാരെ പറ്റിച്ചിട്ട് അവർ ജീവിക്കുന്നത്. ഇവിടെ ഇത്രയും ജ്വല്ലറികൾ ഇവിടെ ഉണ്ട്. വ്യവസ്ഥാപിതമായിട്ട് കാലങ്ങളായിട്ട് ഇവിടെ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ഭീമ ജ്വല്ലറി ഉണ്ട്, പല ആലുക്കാസ് ഉണ്ട്, അങ്ങനെ പല ആളുകളുണ്ട്. ഇതിലേക്കൊന്നും പോകാതെ എന്തുകൊണ്ടാണ് ഈ തട്ടുപൊളിപ്പൻ സാധനത്തിലേക്ക് മുസ്ലിങ്ങൾ പോയത്? എന്തിനാ? അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഹലാൽ ബിസിനസ്സാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉള്ള സാധനങ്ങളാണ്. 99 നാമങ്ങളുണ്ട്. ഇവരുടെ ജ്വല്ലറിയുടെ പേരൊക്കെ അങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, അൽ മുക്തദിർ, അങ്ങനെ ഓരോരോ പേരുകളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് അറബി കാണുമ്പോൾ കോരിത്തിരിക്കുന്ന കുറേ വിശ്വാസികൾ, അല്ലെങ്കിൽ ഇത് ഹലാൽ എന്ന സർട്ടിഫൈഡ് ആണ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ കോരിത്തിരിക്കുന്ന കുറേ ആളുകൾ, അത് അവരെ പറ്റിക്കാനും കൂടി വഴിവെക്കുന്നു. ഇത് അവർ തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരു കാലത്ത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, വിശ്വാസം എന്നുള്ളതിൻ്റെ പേരിലൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഷർ സർട്ടിഫിക്കേഷൻ ഉണ്ട് ഈ ജൂതന്മാർക്കുണ്ട്, അതും നമ്മളിവിടെ പറയണം. നമ്മുടെ നാട്ടിൽ അത് ഇല്ലാത്തതുകൊണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ എക്സ്ട്രാ ചാർജ് ചെയ്ത് ഇവിടെ കൊണ്ടുവരേണ്ട സാധനങ്ങളാണ്. നോർമലായിട്ടുള്ള ഫുഡ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ നടത്തുന്ന ആളുകൾ അവരുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത് മിതമായ നിരക്കിൽ മാർക്കറ്റ് റേറ്റിൽ ആളുകൾക്ക് ലഭ്യമാക്കുക. ഇതാണ് വേണ്ടത്. മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു സാധനമായിരുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ സന്തോഷമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇവൻ അപ്പുറത്ത് അടിക്കുന്നു, നിങ്ങൾ ഇപ്പുറത്ത് അടിക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ജട്കാ മീറ്റാണ്, ഇതിന് മതപരമായിട്ടൊന്നും ഇല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഹലാലിന് പകരം എന്ന് പറയുന്നതോടുകൂടി തന്നെ അത് മതവൽക്കരിക്കപ്പെടുകയാണ്. പിന്നെ നിങ്ങൾ അതിനകത്ത് മന്ത്രം ചൊല്ലിയിട്ടില്ല, ഗായത്രി മന്ത്രമൊന്നും നിങ്ങൾ ചൊല്ലുന്ന പോലെ ചൊല്ലിയിട്ടില്ല എന്ന് പറഞ്ഞ് വരികയാണ് നിങ്ങൾ. എന്തിനാണ് അതിന് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എയർലൈൻസ് അന്ന് കാണിച്ച ആ മെനുവിൽ നടത്തിയ പരിഷ്കരണം, അതാണ് ഇന്ത്യ ഒട്ടുക്ക് നമുക്ക് കൊണ്ടുവരേണ്ടത്. അത് ഇവിടെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് GSTയിൽ പോലും ഒരു എക്സ്ട്രാ സ്ലാബ് കൊണ്ടുവന്നാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾ വിലയൊന്നും കൂട്ടണ്ട. ഹലാൽ സർട്ടിഫൈഡ് ആണെങ്കിൽ GST ഇപ്പോൾ മറ്റേന് 5%, 10%, ഇത് 28% ആവും എന്ന് പറഞ്ഞാൽ അത് ലക്ഷറി കാറ്റഗറിയിൽ വരണം എന്നാണ് ഞാൻ പറയുക. അപ്പോൾ മതം അതിനകത്ത് ചേർന്ന് കഴിഞ്ഞാൽ GST റേറ്റ് കൂടും എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആളുകളുടെ എണ്ണം കുറയും അല്ലേ? ഹലാൽ സർട്ടിഫിക്കേഷൻ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ്റിന് കാശുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വഴിയാണ്. കള്ള് വിറ്റിട്ടൊന്നും നിങ്ങൾക്ക് കാശുണ്ടാക്കും. കേരള ഗവൺമെൻറ്റിനൊക്കെ വളരെ സുഖമായിട്ട് ചെയ്യും. ഇത്രയധികം മുസ്ലിങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഖജനാവ് നടക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഹലാൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ GST നിങ്ങൾ കൂട്ടുക. അത് കൂട്ടുന്ന വഴി കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എല്ലാം ഖജനാവ് നിറയ്ക്കാൻ പറ്റുന്ന വഴിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.